മാത്സ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. NMMS പരീക്ഷയുടെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. പല തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യവും വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നില്ല എല്ലാ ചോദ്യങ്ങളും. തുടർന്നുള്ള വീഡിയോകളിലും ഇതുപോലുള്ള മുൻവർഷ ചോദ്യങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അതിലത്തെ ആദ്യത്തെ ഫസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻസാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് മിസ്സിംഗ് നമ്പേഴ്സാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സർക്കിള്, അതിന് സൈഡിൽ 4 നമ്പേഴ്സ് ഉണ്ട്. 4 നമ്പേഴ്സ് ഉണ്ട്. സെൻറ്ററിൽ ഒരു നമ്പറുണ്ട്. ഇവിടെയുള്ള എത്ര വരുന്നതാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഈ ചോദ്യവും ഈ ചിത്രവും അതിലുള്ള സംഖ്യകളും ഒരു പ്രത്യേക തരത്തിൽ ബന്ധമുള്ളതാണ്, റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതേ റിലേഷൻ പ്രകാരം ഇവിടെ എത്ര വരുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും ബന്ധമുണ്ട് നോക്കാം. 8 ഉണ്ട്, 3 ഉണ്ട്. 8ഉം 3ഉം 11 8ഉം 3ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 11 എന്ന് കിട്ടും. 2ഉം 6ഉം കൂട്ടിയാൽ നമുക്ക് 8 എന്ന് കിട്ടും. 11 8 കുറച്ചാലോ കൂട്ടിയാലോ നമുക്ക് 2 കിട്ടില്ല. അപ്പോൾ അത് നമ്മൾക്ക് അവിടെ ശരിയാവില്ല. ഇനി ഇപ്പോൾ ഞാൻ കൂട്ടിയതുപോലെ തന്നെ ഈ നമ്പർ കുറച്ച് നോക്കാം. 8ന്ന് 3 പോയാൽ 5 വരിക. 6ന്ന് 2 പോയാൽ 2 6ന്ന് 2 പോയാൽ 4 വരിക. അപ്പോൾ 5ഉം 4ഉം ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ നമുക്ക് കിട്ടില്ല. അപ്പോൾ കൂട്ടിയാലും കുറച്ചാലും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ നമ്പറിനെ ഗുണിച്ചു നോക്കും, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8 × 3 നോക്കുക. 8 × 3 നമുക്ക് 24 എന്ന് കിട്ടുന്നു. 2 × 6 നമുക്ക് 12 എന്ന് കിട്ടുന്നു. 2 × 6 12 കിട്ടുന്നു. നോക്ക്, ഇപ്പോൾ 24ഉം 12ഉം എന്തെങ്കിലും റിലേഷനിൽ നമുക്ക് 2 കിട്ടാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ അടുത്ത് ആലോചിക്കേണ്ടത്. അപ്പോൾ 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടുന്നുണ്ട് അല്ലേ? ഇനി ഇത് ശരിയായതുകൊണ്ട് ഇതെല്ലാം ശരിയാകണം എന്നില്ല. ഇനി ശരിയാവുമോ നോക്കണം നമുക്ക്. അപ്പോൾ ആദ്യം ഇവിടെ ചെയ്ത് 8ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താണ്, ഗുണിക്കുക ചെയ്തത്. അതേപോലെ ഇതും ഇവിടെ ഗുണിച്ച് നോക്കാം. 12 8 96. 12നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 96. 2നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 24. 2 12 24. 96നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 4 തന്നെ കിട്ടും. അപ്പോൾ 4 തന്നെ കിട്ടുന്ന പറഞ്ഞാൽ സെൻറ്ററിലെ നമ്പർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്താണ്? ഈ ഓപ്പോസിറ്റിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഒരു വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെൻറ്ററിലുള്ള വാല്യൂ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര വരും? 16നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കെത്ര? 80 കിട്ടും. ഡിവൈഡഡ് ബൈ 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 8 കിട്ടും. 80നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടി? 10 കിട്ടും. 10 അപ്പോൾ ഓപ്ഷനിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് ക്ലിയറായി. ഓക്കെ, ഇതാണ് മിസ്സിംഗ് നമ്പറിൻ്റെ പ്രത്യേകത. തന്നിട്ടുള്ള ആദ്യത്തെ റിലേഷൻ നോക്കി അതുമാതിരി കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മൂന്നാമത്തേതിൽ എത്ര ആൻസർ വരും കണ്ടെത്തുക. നെക്സ്റ്റ്, യൂസിങ് വെൻ ഡയഗ്രാം ക്ലോത്ത്, സാരി, ഷർട്ട് റെപ്രസെൻറ്റ്. അതായത് ഇവിടെ വെൻ ഡയഗ്രത്തിലെ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ക്ലോത്ത്, സാരി, ഷർട്ട്, അതായത് വസ്ത്രം, സാരി, ഷർട്ട്, വസ്ത്രം, സാരി, ഷർട്ട്, ഈ 3 കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രം ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വെൻ ഡയഗ്രമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള 2-3 വീഡിയോസ് മാത്സ്യൂഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്ലിയർ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ എന്താ പറയുക? ക്ലോത്ത്, സാരി, ഷർട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാൻ പറ്റും ഈ സാരിയും ഷർട്ടും ക്ലോത്തിൽ പെട്ടതാണ്, വസ്ത്രത്തിൽ പെട്ടതാണ് അല്ലേ? അപ്പോൾ വസ്ത്രത്തിൽ പെട്ടതാണ് ഏതെല്ലാം? ക്ലോത്തും സാരിയും. അപ്പോൾ എന്താണ് നമുക്ക് ക്ലോത്തും അതേപോലെ തന്നെ സാരിയും. അപ്പോൾ ക്ലോത്തും സാരിയും വസ്ത്രത്തിൽ പെട്ടത് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഇപ്പം നമ്മൾക്ക് നോക്കാം. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ വലിയൊരു വൃത്തത്തിനകത്ത് ക്ലോത്തിനെ ഇത് വിചാരിച്ചാൽ ഇതിനെ നമ്മളിപ്പോൾ സാരി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഷർട്ട് പകുതി വരാൻ കഴിയില്ല. കാരണം ഷർട്ട് അടക്കം ഏതിൽ വരുന്നതാണ്? ഈ ക്ലോത്തിൽ വരുന്നതാണ്, വലിയ വൃത്തത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ശരിയാവില്ല. ശരിയാവുന്ന ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇത് എന്തുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചോദിച്ചാൽ ഇത് ക്ലോത്താണ് അല്ലേ? ക്ലോത്തിൽ പെടുന്നതാണ് ഏതെല്ലാം?
ഫുൾ പെടുന്നതാണ് സാരിയും ഷർട്ടും. എന്നാൽ സാരിയും ഷർട്ടും തമ്മിൽ കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ല. സാരി ഒരു ഉടുപ്പാണ്, അതേപോലെ ഷർട്ട് വേറൊരു ഉടുപ്പാണ്. അപ്പോൾ അത് തമ്മിൽ എന്തില്ല, ലിങ്ക് ചെയ്യുന്നില്ല, അവർക്ക് കോമൺ ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രമാണ് വരിക. ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എന്താണ്, മൂന്നെണ്ണത്തിനും കോമൺ ആയിട്ടുണ്ടെങ്കിലാണ്. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്, ഒരെണ്ണം മറ്റ് രണ്ടെണ്ണത്തിലും ആവുമ്പോഴാണ് ഇവിടെ വരിക. അപ്പോൾ ഈ ചിത്രത്തിലെ ക്ലോത്ത്, സാരി, ഷർട്ട്, വസ്ത്രം, സാരി, ഷർട്ട്, ഇതിൽ യോജിച്ചത് ഏതാണ് വരിക, ഈ ചിത്രമാണ് വരിക. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ചിത്രത്തിൽ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ഇൻ ദ ഫിഗർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്, ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ചതുരങ്ങൾ നമുക്ക് എണ്ണി കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി നമുക്കറിയാം. നോക്കൂ, അങ്ങനെ ഇതുമായിട്ട് ഇവിടെ നോക്ക്, ഇവിടെ എത്ര ചതുരങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഇതിനെ 3 ഭാഗിച്ചിട്ടുണ്ട് അല്ലേ, 1 2 3. അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴി ഈ 3 നമ്പറും കൂടെ കൂട്ടിയാൽ മതി. 1 2 3 എന്ന് എഴുതിയിട്ട് ആ നമ്പർ കൂട്ടിയാൽ 6. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും, 6 റെക്റ്റാങ്കിൾ ഉണ്ടാവും ഇവിടെ. ഇപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് 2 എണ്ണമാണ് വരച്ചതെങ്കിൽ 1 2 എന്ന് എഴുതുക, ഇത് രണ്ടും കൂടെ കൂട്ടി എത്രയായി, 3. അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇതൊരു റെക്റ്റാങ്കിളാണ്, ഇത് വേറൊരു റെക്റ്റാങ്കിൾ ചതുരമാണ്, ഇത് ഫുള്ള് വേറൊന്നാണ്. അപ്പോൾ അത് എത്ര വരും, 3 എണ്ണം വരും. അതേമാതിരി 3 എണ്ണം വരുമ്പോൾ 6 എണ്ണം വരും. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ഇതും ഈ ഒന്നിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 1 1. ഇവിടെ ആകെ ഇപ്പോൾ എത്ര വരും, 3 എണ്ണം വരും. എങ്ങനെയാ, 1 ഇത് 1 ഇത്. അപ്പോൾ എത്ര എണ്ണം കിട്ടി, നമുക്ക് 3 കിട്ടി. ഇനി ഇവിടെ നോക്ക്, 1 2 3 1 2 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വന്നത്, 6 വന്നു അല്ലേ. 1 2 3 ഇതിലാകെ നമുക്ക് എത്ര കിട്ടും, 6 എണ്ണം നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെതും കഴിഞ്ഞു, അതുപോലെ ഇതിൻ്റെയും എല്ലാം കഴിഞ്ഞു. ഈ ചെറുത് കഴിഞ്ഞു, ഈ വലിയത് കഴിഞ്ഞു, എല്ലാം അതിൽ പെട്ടു. അപ്പോൾ എത്ര എണ്ണായി, 6 എണ്ണായി. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ഇവിടെ ഒരു ചതുരമുണ്ട് അല്ലേ, ഇതൊരു ചതുരം, അത് നമ്മൾ എവിടെയും കൂട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളത് 1 വന്നു. കറക്റ്റ് അല്ലേ? ഈ മേലത്തത് നമ്മൾ കൂട്ടിയിട്ടോ, ഈ 3 എണ്ണത്തിൽ മേലത്തതും പെട്ടു. ഓക്കെ, ഇനി നമുക്ക് നോക്ക്, ഇവിടെയുള്ള 1, ഇങ്ങനെയുള്ള 1 എവിടെയും വന്നിട്ടില്ല, അവിടെയും 1 ആയി. ഇത് വന്നിട്ടുണ്ട്, അപ്പം നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഫുള്ള് എടുത്താലുള്ള 1, ഫുള്ള് എടുത്താൽ അതും 1. അപ്പോൾ എത്ര എണ്ണം വരും, 3 6 9 10 11 12 എണ്ണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, 12 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അതേ സമയത്ത് ഈ പോയിന്റ് കുറച്ചും കൂടി ഇങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ എണ്ണം മാറ്റം വരും. ഈ പോയിന്റ് ഇപ്പോൾ ഇതിനെ ക്രോസ് ചെയ്യുന്നത് ഇതിന് തൊട്ട് മുകളിലാണ്. അതുകൊണ്ടാണ് ഇത് ബാധിക്കാതെ വന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇനി നോക്കുക, ഈ അനലോഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. 16 64 25 ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണോ അതേ റിലേഷനാണ് ഇവിടെ നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ 3 നമ്പറുകളും പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്, പൂർണ്ണ വർഗ്ഗങ്ങളാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ 16 64 എന്നാണ് അവിടെ ഇല്ല അല്ലേ, 16 64. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണെന്നറിയാം. കറക്റ്റ് അല്ലേ, 4ൻ്റെ സ്ക്വയർ ആണെന്നറിയാം. അപ്പോൾ ഇവിടെ 64 എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം, 8ൻ്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 25 ഏതിൻ്റെയാണ്, 5ൻ്റെ സ്ക്വയർ ആണ് 25 വരിക. അപ്പോൾ 4ഉം 8ഉം തമ്മിലുള്ള ബന്ധം നമുക്കറിയാം, 4ൻ്റെ ഇരട്ടിയാണ് 8. അപ്പോൾ 5ൻ്റെ ഇരട്ടി 10 ആണ്. അപ്പോൾ 10ൻ്റെ സ്ക്വയർ ഇവിടെ വരാം, 10ൻ്റെ സ്ക്വയർ 100 ആണ്, 100 ഇവിടെ ഇല്ല. അപ്പോൾ ഈ ബന്ധത്തിലല്ല എന്ത് ചെയ്യുന്നത്, ഈ ചിത്രം നമ്മൾക്ക് പോകുന്നത് എന്ന് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈ 16നെ 4 സ്ക്വയറിന് എഴുതാൻ പറ്റും. 64നെ എങ്ങനെ എഴുതാൻ പറ്റും, 4ൻ്റെ ക്യൂബാക്കിയിട്ട് എഴുതാൻ പറ്റും. ശ്രദ്ധിക്കുക, സ്ക്വയറും ക്യൂബുകളും കൃത്യമായ ധാരണ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. 4 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും 64ന്. അങ്ങനെയാണെങ്കിൽ 25 വരുന്നത് 5ൻ്റെ സ്ക്വയർ ആണല്ലേ. 4 സ്ക്വയർ 4 ക്യൂബായിട്ടാണ് മാറുന്നതെങ്കിൽ 5 സ്ക്വയർ എങ്ങനെ മാറും, 5ൻ്റെ ക്യൂബായിട്ട്. 5ൻ്റെ ക്യൂബ് എത്രയാണ്, 125. 125 ഓപ്ഷൻ ഉണ്ടോ നോക്കുക, നോക്കുമ്പോൾ 50 75 125 ഉണ്ട്. അപ്പോൾ ആൻസർ 125 കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അനലോഗിൽ ഒരു തരത്തിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു തരത്തിലും നമ്മളുടെ ചിന്തകളെ മാറ്റിവിടണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ടൈപ്പ്, ഐഡൻറ്റിഫൈ ദ വൺ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഒന്ന് മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത് അത് ഏതാണെന്നാണ്.
ഇവിടെ ഒറ്റ അക്ഷരത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണാം സി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, സെഡ് ഉണ്ട്, എൻ തിരിച്ചിട്ടിട്ടുണ്ട് അല്ലേ. കണ്ണാടിയിൽ കാണുന്നത് പോലെയുണ്ട്, മിററിൽ കാണുന്ന പോലെയുണ്ട് ഇവിടെ. അപ്പോൾ ചിലർ വിചാരിക്കും CWZ ഇംഗ്ലീഷ് ആർട്ടറായി, അപ്പോൾ ഇത് തിരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതായിരിക്കും ആൻസർ എന്ന് ചിലർ കരുതും. ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ആൻസറാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ അക്ഷരത്തിന് 3 ലൈനാണുള്ളത്, ഈ അക്ഷരത്തിൽ 3 ലൈനാണുള്ളത്, ഈ അക്ഷരത്തിൽ 3 ലൈനാണുള്ളത്. അപ്പോൾ 4 ലൈനുള്ള ഒരക്ഷരം മാത്രമേ ഇതിലുള്ളൂ. ഏതാണത്? ഈ W എന്ന് പറയുന്നത് 4 വരകളുള്ള അക്ഷരമാണ് എന്ത് വരുന്നത്? ഈ ചിത്രം രണ്ടാമത്തത് വരുന്നത്. അപ്പോൾ ഇതിന് മാത്രം 4 വര വരുന്നു. അപ്പോൾ അക്ഷരത്തിൻ്റെ ഗണത്തിൽ ഇതിനെ ആൽഫബറ്റ്സിൻ്റെ ഗണത്തിൽ പെടുത്താതെ ഓരോരോ ഫിഗറിലും വരുന്ന ലൈനുകളുടെ എണ്ണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്കി എല്ലാത്തിലും 3 ലൈൻ വരുന്നു, ഇതിൽ എത്ര ലൈൻ വരുന്നു? 4 ലൈൻ വരുന്നു. അപ്പോൾ ഏതാണ് ഇവിടെ ഓഡ് 1 എന്ന് പറയുന്നത്? W ആണ് ഇവിടുത്തെ ഓഡ് 1. ഓക്കെ, നെക്സ്റ്റ്, നമ്പർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു 5 ഓൺ ഗിവൺ ഡൈസ് ഈസ് 1 2 4 1 2 5. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഡൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഡൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് NMMS പരീക്ഷയ്ക്കൊക്കെ 4ഉം 5ഉം ചോദ്യങ്ങൾ ഡൈസുമായിട്ട് ബന്ധപ്പെട്ട് വരും. അതുകൊണ്ട് അതുമാത്രം കൃത്യമായി പഠിക്കുന്നതിനുള്ളൊരു വീഡിയോ മാത്സ്യൂളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആ വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. നമ്പർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു 5 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 2 ഡൈസ് തന്നിട്ട് ഓപ്പോസിറ്റ് ഫേസിലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കുന്നത് എന്താണ്? ഇവിടുത്തെ ഡൈസിലത്തെ നമ്പറിൻ്റെ പ്രത്യേകതയാണ് നോക്കുന്നത്. നോക്ക്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അതായത് 2 നമ്പറുകൾ ഇവിടെ കോമൺ ആയിട്ടുണ്ട്. 2 നമ്പറുകൾ കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന ഈ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഇത് വരിക. അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഇവിടെ വരിക. അപ്പോൾ 4ൻ്റെ ഓപ്പോസിറ്റ് 5 ആണെന്ന് കിട്ടും, 5ൻ്റെ ഓപ്പോസിറ്റ് 4 ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ചോദിച്ചതാരാ? ഓപ്പോസിറ്റ് ടു 5 ആണ് ചോദിച്ചത്. അപ്പോൾ 5ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ് വരുന്നത്? 4 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇത് എങ്ങനെ ഇത്ര സിമ്പിളായിട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈസിൻ്റെ പ്രത്യേകത അറിയുന്ന കുട്ടിക്ക് ഇത് വളരെ ഈസി ആയിട്ട് വരും. 2 നമ്പറുകൾ സെയിം ആയതുകൊണ്ടാണ് 8 അടിക്ക് തന്നെ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ കഴിഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടീച്ചർ ഈസ് കോഡഡ് ടു VGCEJGT. വാട്ട് വുഡ് ബി ദ കോഡ് ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോഡിങ്. അപ്പോൾ ഞാൻ എഴുതാം, ടീച്ചർ എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്? VGEC കണ്ടോ, VGCEJGT എങ്കിൽ ചോദിച്ചത് ആരെയാണ്? സ്റ്റുഡൻറ്റിനെയാണ് ചോദിച്ചത്. സ്റ്റുഡൻറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റുഡൻറ്റിനാണ്. നോക്കുക, TV ആയിട്ട് വന്നു. അപ്പോൾ എങ്ങനെയാണ് TV ആയിട്ട് വന്നത്? TUV അല്ലേ, ഒരക്ഷരം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ S എന്തായിട്ട് വരും? STU ആയിട്ട് വരും. കറക്റ്റ്, U ആയിട്ട് വരും. G ആയിട്ട് വന്നു. E കഴിഞ്ഞിട്ട് F കഴിഞ്ഞിട്ടാണ് G, ഒരക്ഷരം അവിടെയും വിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ TU കഴിഞ്ഞിട്ട് അടുത്തത് V എന്ന് വരും. ABC അതായത് ഒരക്ഷരം വീണ്ടും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ UVW ആണ് ഇവിടെ വരുന്നത്. CDE എല്ലാം നോക്കിയാണ് DEF ആയിട്ടാണ് വരിക. HIJ ആണ്, അപ്പോൾ EFG ആണ് ഇവിടെ വരിക. അതേപോലെ പിന്നെ ഇനി വരേണ്ടത് E ആണ്. EFG ഒരക്ഷരം വിട്ടിട്ടാണ് വന്നത്. അതേപോലെ NOP, O കഴിഞ്ഞിട്ട് P ആണ് ഇവിടെ വരേണ്ടത്. T ഇനി 6 കഴിഞ്ഞിട്ട് S ഒരക്ഷരം കഴിഞ്ഞിട്ട് TUV ആണ് ഇവിടെ വരേണ്ടത്. U കഴിഞ്ഞിട്ട് V ആണ് വരേണ്ടത്. ഇങ്ങനെ അടുത്തടുത്തുള്ള ചെറിയ ഡിഫറൻസ് ഉള്ള ലെറ്റേഴ്സാണ് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതേമാതിരി നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ നമ്പറുകളുടെ എല്ലാം പൊസിഷൻ എഴുതും. അതായത് T20, E5, A1, C3, H8, E5, R18 എന്ന് എഴുതും. ഇനി തന്നിരിക്കുന്ന ഇവരുടെ നമ്പർ എഴുതും. 22, 7, 3, 5, 10, G7, T എത്ര? 20 എഴുതും.
ഇനി ഇവരെങ്ങനെ ബന്ധപ്പെട്ട് നോക്ക്, 20, 22 രണ്ട് കൂടിയിട്ട്. അപ്പോൾ എസ് എന്ന് പറയുന്നത് 19ാമത്തതാണ്, അപ്പോൾ ഇവിടെ 21ാമത്തത് വരും. ഓക്കെ, ടി എന്ന് പറയുന്നത് 20ാമത്താണ്, അപ്പോൾ ഇവിടെ വരേണ്ടത് 22. ഇങ്ങനെ നമ്പറുകൾ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഓരോരാളതും കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്തടുത്തുള്ള വ്യത്യാസത്തിലാണ് പോകുന്നതെങ്കിൽ മനസ്സിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചുരുക്കി പറയാനുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുടെ 1, 2, 3, 4, 5, 6, 7 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് നേടാനുള്ള പ്രവർത്തനത്തിൽ ആത്മവിശ്വാസം കൂടും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും എന്ന് കരുതുന്നു. നമുക്ക് പുതിയ ഭാഗങ്ങളിലേക്ക് വീണ്ടും കാണാം. ബൈ.